കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും തടവ് ചാടിയ മോഷ്ടാവ് പിടിയിൽ. എംബേഡ് ഗ്രൗണ്ടിന് സമീപത്ത് വെച്ചാണ് ബാബുവിനെ പിടികൂടിയത്. പരിയാരത്ത് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് ബാബു രക്ഷപ്പെട്ടത്. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, എങ്ങനെയാണ് ബാബുവിനെ പിടികൂടിയത്? നിലവിൽ കാണുന്ന ദൃശ്യങ്ങളിൽ മോഷ്ടാവിനെ പിടികൂടുന്നത് വ്യക്തമാണോ? നമ്മളാ കാണുന്ന CCTV ദൃശ്യങ്ങൾ ഈ പറയുന്ന പ്രതി തീവെട്ടി ബാബു എന്നറിയപ്പെടുന്ന ബാബു ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. എന്തായാലും ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു കുപ്രസിദ്ധ മോഷ്ടാവാണ്. ആ മോഷ്ടാവിനെ പയ്യന്നൂരിലെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ പോലീസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ പറയുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനിടയിൽ ചെറിയ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിന്റെ ഭാഗമായി ഈ പറയുന്ന പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ നിരീക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് ആസ്ഥാനത്തുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ ഈ പറയുന്ന പ്രതിയുടെ നിരീക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ നിയോഗിച്ചത്. പക്ഷേ അവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒന്ന് ബാത്റൂമിൽ പോയി വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതി വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ചാടിയത്. അതിനുശേഷം ഈ പ്രദേശത്താകെ പരിയാരം മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു തിരച്ചിൽ പോലീസിന്റെ ഭാഗമായി നടത്തിയിരുന്നു. അങ്ങനെയാണ് എംബേറ്റിൽ നിന്നും ഈ പ്രതിയെ പിടികൂടിയത്. എംബേറ്റ് ഗ്രൗണ്ടിന് സമീപത്ത് വെച്ചാണ് ഈ ബാബുവിനെ പോലീസ് പിടികൂടിയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ ഈ ബാബുവിനെ തിരഞ്ഞ് പരിസര പ്രദേശങ്ങളിലെല്ലാം എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കുപ്രസിദ്ധ മോഷ്ടാവാണ് എന്നതും വളരെ പ്രത്യേകമായി നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ഒരുപാട് മോഷണ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിയാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. കൊല്ലത്തും അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അങ്ങനെ നിരവധി ജില്ലകൾ, ഏകദേശം 5ഓളം ജില്ലകളിൽ ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു കുപ്രസിദ്ധ മോഷ്ടാവാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. റോഷൻ, ശരി. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ബാബുവിനെ, രക്ഷപ്പെട്ട ബാബുവിനെ പോലീസ് എന്തായാലും പിടികൂടിയിരിക്കുകയാണ്.